ഈ ലോകത്തിൽ ഈ കൊച്ചിന്റെ അമ്മേനെ പോലത്തെ കൊള്ളില്ലാത്ത സ്ത്രീ വേറെ ഉണ്ടാവില്ല. കോഫി ഷോപ്പിൽ വെച്ചിട്ട് ഈ കൊച്ചു വിശന്ന് കരയാണ്. പക്ഷെ ഈ കൊച്ചിന്റെ അമ്മ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയിട്ട് ഫോണിൽ കളിച്ചോണ്ട് നടന്നുവരാണ്. കോഫി ഷോപ്പിലുള്ളവരൊക്കെ ഈ കൊച്ചു ആരുടെയാന്ന് ചോദിച്ച് വഴക്ക് പറയണ കേട്ടിട്ട് ഈ കൊച്ചിന്റെ അമ്മ ഓടി വന്ന് കൊച്ചിനെ ഭയങ്കര സ്നേഹത്തിലെടുത്ത് സമാധാനിപ്പിക്കണ പോലെ കാണിക്കാണ്. അത് കഴിഞ്ഞിട്ട് കാറിനുള്ളിൽ വന്ന ഉടനെ നീ കാരണം ഒരു കോഫി പോലും സമാധാനമായിട്ട് കുടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞ് കൊച്ചിനോട് ഒച്ചയുണ്ടാക്കാണ്. ഇത് കണ്ടിട്ട് കൊച്ചു പേടിച്ച് കരച്ചിൽ നിർത്താണ്. വീട്ടിൽ വന്ന ഉടനെ ഈ കൊച്ചിനെ സോഫയിലേക്ക് എറിഞ്ഞിട്ടിട്ട് പോവാണ് ഈ അമ്മ. അപ്പൊ ഈ കൊച്ചിന്റെ അച്ഛൻ വന്ന് ഈ വാവേനോട് സ്നേഹത്തിൽ സംസാരിക്കാണ്. ഈ കൊച്ചും അച്ഛനെങ്കിലും സ്നേഹമുണ്ടെന്ന് കരുതാണ്. പക്ഷെ അവൻ ഈ കൊച്ചിന് എക്സ്പയർ ആയ ഫുഡാണ് മനഃപൂർവ്വം തിന്നാൻ കൊടുക്കണത്. ടേസ്റ്റ് കൊള്ളില്ലാത്തോണ്ട് ഈ വാവത് തിന്നണില്ല. അപ്പൊ ഇവൻ ദേഷ്യം വന്നിട്ട് ഈ കൊച്ചിനോട് ഒച്ചയുണ്ടാക്കി പേടിപ്പിക്കാണ്. കറക്റ്റ് ആ ടൈമിൽ തന്നെ 2 പോലീസുകാർ വന്ന് ഇവരുടെ വീടിന്റെ കോളിംഗ് ബെൽ അടിക്കാണ്. വന്ന ഉടനെ തന്നെ കൊച്ചിന്റെ ജനറൽ ചെക്കപ്പിൽ ബോഡിയിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാനാണ് വന്നതെന്ന് ഈ പോലീസുകാർ പറയണേ. പോലീസുകാരെ കാണുമ്പോ ഈ വാവ അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് വിചാരിക്കണത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ അമ്മ സോഫയിലേക്ക് എടുത്തെറിഞ്ഞപ്പോ ഈ കൊച്ചിന് ഇഞ്ചുറി വന്നിട്ടുണ്ട്. പോലീസുകാർ ചെക്ക് ചെയ്യണതിന്റെ ഇടയ്ക്ക് ഈ ഇഞ്ചുറി കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്നാണ് ഈ കൊച്ചു വിചാരിക്കണത്. പക്ഷെ ഈ പോലീസുകാർ ചെക്ക് ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ഈ കൊച്ചിന്റെ അച്ഛൻ അവൻ ചൈൽഡ് വെൽഫെയറിൽ വർക്ക് ചെയ്യണതാണെന്നും പറഞ്ഞിട്ട് അവന്റെ ഐഡി എടുത്ത് കാണിച്ചു കൊടുക്കാണ്. ഇത് കേട്ടിട്ട് ഈ പാരന്റ്സ് ഈ കൊച്ചിനോട് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് കൊച്ചിനെ ചെക്ക് ചെയ്യാണ്ട് തന്നെ ഈ പോലീസുകാർ പോവാണ്. ഇവര് പോയി കഴിഞ്ഞ് ഈ കൊച്ചിനെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഈ കൊച്ചു ഭയങ്കരമായിട്ട് കരഞ്ഞു കാണിക്കാണ്. ഇത് കരയണ കണ്ടിട്ട് പോലീസുകാർ ഈ കൊച്ചു ചുമ്മാ കരയണ എന്തിനാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അവര് പോയുടനെ തന്നെ ഇനിയും കരഞ്ഞു കഴിഞ്ഞ് പാരന്റ്സ് എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഈ കൊച്ചു കരച്ചിൽ നിർത്താണ്. ഈ കൊച്ചു വിചാരിച്ച പോലെ തന്നെ അമ്മ വന്നിട്ട് ഈ കൊച്ചുണ്ടായപ്പോ തൊട്ട് അവരുടെ സന്തോഷം എല്ലാം പോയി. എന്റെ ജീവൻ എടുക്കാനായിട്ട് ജനിച്ചേക്കാന്നും പറഞ്ഞിട്ട് ഈ കൊച്ചിനെ സോഫയിൽ നിന്ന് എടുത്ത് താഴേക്ക് എറിയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പില്ലെടുത്ത് ഈ കൊച്ചിനെ ശ്വാസം പൊട്ടിച്ച് കൊല്ലുകയും ചെയ്തു. ആക്ച്വലി ഒരുത്തൻ കുറെ വർഷങ്ങളായിട്ട് ജോലിയൊന്നും കിട്ടാണ്ട് വിഷമിച്ച് ആത്മഹത്യ ചെയ്യാണ്. ഇവൻ മരിച്ച് നരകത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ റാണി ഭൂമിയിൽ ഓരോരുത്തരുടെയും ജീവിതം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊച്ചിന്റെ ബോഡിയിലേക്ക് ഇവനെ പറഞ്ഞു വിടുന്നത്. ഇത്രയും മോശമായ ആൾക്കാരൊക്കെ ഉള്ള ഈ ലോകത്ത് ജീവിക്കാൻ പറ്റണത് തന്നെ ഒരു വരമാണെന്നും പറഞ്ഞ് ഇവന് ജീവിക്കാൻ 12 ചാൻസ് കൊടുക്കാണ്. ഇവന് കിട്ടുന്ന ഈ 12 ലൈഫും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കണവരുടെ ആയിരിക്കും. 12ാമത്തെ ചാൻസിൽ അവന്റെ അമ്മയുടെ ബോഡിയിലേക്ക് തന്നെയാണ് പറഞ്ഞു വിടുന്നത്. ഇവൻ ആത്മഹത്യ ചെയ്ത കാരണം ഇവൻ മരിച്ചു കഴിഞ്ഞിട്ട് ഇവന്റെ അമ്മ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരണതൊക്കെ അമ്മയുടെ ബോഡിയിൽ വന്നു കഴിയുമ്പോൾ ഇവൻ കാണാണ്. അമ്മ സഹിക്കണതൊക്കെ കണ്ടിട്ട് ഇവന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഇവൻ ആ റാണിനോട് മാപ്പ് പറയാണ്. ഇവന്റെ തെറ്റ് ഇവന് മനസ്സിലായോണ്ട് ഈ റാണി ഇവന്റെ ലൈഫ് തന്നെ ഇവന് തിരിച്ചു കൊടുത്തിട്ട് ഭൂമിയിലേക്ക് അയക്കാണ്.